മിഥുൻ, ചരിത്ര നിമിഷമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് ഒരു ജനപ്രതിനിധി ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല രാഷ്ട്രീയ മാനങ്ങളുണ്ട് ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ രീതിയിലുള്ള വളർച്ച BJP നേടിക്കൊണ്ടിരിക്കുമ്പോൾ, വലിയ മുന്നേറ്റം നേടിക്കൊണ്ടിരിക്കുമ്പോൾ, ഇടതും വലതും വല്ലാതെ അസ്വസ്ഥമാകുന്ന അല്ലെങ്കിൽ ഭയപ്പെടുന്ന, ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇങ്ങനെ അഭൂതപൂർവമായ ഒരു വളർച്ച BJP നേടിക്കഴിഞ്ഞാൽ BJP കേരളത്തിൽ ഭരണത്തിലേറുന്ന ഒരു സാഹചര്യം അതിവിദൂരമല്ല. അത് തടയിടാനുള്ള ഒരു നീക്കമാണ് ഇടതുപക്ഷവും വലതുപക്ഷവും കൈകോർത്തുകൊണ്ട് നടത്തുന്നത്. ഒരു ഇന്ത്യ സഖ്യം അവിടെ കൃത്യമായും വ്യക്തമായും പ്രകടവുമാണ്. അതിനെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിന്റെ മറ്റൊരു നിമിഷം, മറ്റൊരു സുവർണ നിമിഷം, ഒരു അനർഘ നിമിഷമാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത്. ഇപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിന് പുറത്ത് സ്വാഭാവികമായും നിരവധി BJP പ്രവർത്തകർ, അനുഭാവികൾ, നേതാക്കൾ എത്തിയിട്ടുണ്ട്. അവരുടെ ഒരു സന്തോഷങ്ങൾ, അവരുടെ ഒരു അഭിപ്രായങ്ങൾ നമുക്ക് തേടാമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം, തിരുവനന്തപുരം നഗരസഭയിൽ ഈ സുഗന്ധരൻ്റെ അറസ്റ്റിന് പിന്നിലുണ്ടായിരുന്നത് എന്ന് പറയുന്നത് വലിയൊരു കുതിര കച്ചവടത്തിന് വേണ്ടി കോൺഗ്രസും CPM-ഉം ഒരുക്കിയ ഒരു നാടകം തന്നെയായിരുന്നു. സുഗന്ധൻ്റെ അറസ്റ്റിന് പിന്നിലുള്ള ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു ജനാധിപത്യത്തിൻ്റെ വിജയം എന്ന് തന്നെ എടുത്തു പറയാവുന്ന തരത്തിലേക്ക് കോടതിയുടെ ഇടപെടലുണ്ടാകുന്നു. ജനവിധിയെ മാനിച്ചുകൊണ്ട്, ജനവിധിയാണ് ഏറ്റവും കൂടുതൽ മാനിക്കേണ്ടത്. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയെ സത്യപ്രതിജ്ഞ ചെയ്താൽ മാത്രമേ ആ ജനാധിപത്യത്തിൻ്റെ പ്രക്രിയ പൂർത്തിയാകൂ എന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതിയുടെ ഒരു ശക്തമായിട്ടുള്ള ഉത്തരവുണ്ടാകുന്നത്. അതിനുശേഷം ഇപ്പോൾ നിർണായകമായിട്ടുള്ള ആ ഒരു സത്യപ്രതിജ്ഞ പൂർത്തിയാക്കുകയും ചെയ്തു. ഇപ്പോൾ ജയിലിന് പുറത്ത് BJP പ്രവർത്തകരെല്ലാം തന്നെ ഒത്തുചേർന്നിട്ടുണ്ട്. വലിയൊരു അട്ടിമറിയൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഈ കുതന്ത്രങ്ങളെല്ലാം മെനഞ്ഞത്. പക്ഷെ അതൊന്നും ബലവത്തായില്ല. ഇല്ല, തീർച്ചയായിട്ടും അതൊരു ജനാധിപത്യത്തിൻ്റെ വലിയൊരു വിജയം തന്നെയാണ്. കാരണം ഈ ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി ജനാധിപത്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തവർ ഇപ്പോഴും BJP എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു സമയം പോലും കൊടുക്കണില്ലേ അവർ. കാരണം ഇപ്പോൾ അവിടെ ആ കോർപ്പറേഷനിലെ അധികാരത്തിൽ വന്നിട്ട് BJPക്ക് പ്രവർത്തികളുടെ അവസരം കൊടുക്കണ്ടേ. അപ്പോഴേക്കും രണ്ടുപേരും ഒരുമിച്ച് ഒരു ഇന്ത്യ മുന്നണി നിലയ്ക്ക് എന്ന പുറമേക്ക് കാണിക്കുന്നില്ല, ഉള്ളിൽ അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് BJPയെ തകർക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ശ്രമം വിഫലമായി പോയി. BJPയുടെ അത് ജനാധിപത്യത്തിൻ്റെ വലിയ വിജയമാണെന്നാണ് ഞങ്ങളുടെയൊക്കെ അവകാശം. ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നൽകുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് ഒരു വീണ്ടും അധികാരം പിടിക്കുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഒരു അട്ടിമറി നടത്താനുള്ള ശ്രമമായിരുന്നു നടത്തിയിരുന്നത്. സുഗതനെ ആക്കി കഴിഞ്ഞാൽ അത് നമുക്കറിയാം, ചെറിയ കേവല ഭൂരിപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മെജോറിറ്റി നഷ്ടപ്പെടും. ആ ഒരു പഴുത് ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിലേറാനുള്ള ഒരു ശ്രമമൊക്കെയാണ് ഇതിന് പിന്നിൽ നടന്നത്. അത് പരാജയപ്പെട്ടു പോയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും അവരുടെ രഹസ്യ അജണ്ട പുറത്തു വന്നിരിക്കുന്നു എന്നതിൻ്റെ ഉത്തമ തെളിവാണ്. ജനാധിപത്യ മൂല്യങ്ങളെയും ഭരണഘടനയെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സത്യപ്രതിജ്ഞയാണ് ഇവിടെ നടന്നത്. ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനയെ സംരക്ഷിക്കുവാൻ ഇവിടെ കോടതി ഉണ്ട് എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഓർക്കേണ്ടതാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനുള്ള ഒരു താക്കീതാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ഇവരെല്ലാം തന്നെ ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഭാഗമായി എത്തിച്ചേർന്നിരുന്നതാണ്. ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്നുള്ള ആളുകളാണ്, അതോ ചാലക്കുടി നിന്നുള്ള? അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കി നഗരസഭ ഒരു കുളം കലക്കി മീൻ പിടിക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നത്. ഇപ്പോൾ അത് കോടതിയുടെ കൂടി ഒരു ഇടപെടലിൻ്റെ ഭാഗമായി സത്യപ്രതിജ്ഞ നടന്നിരിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത്, കൊക്കിന് ജീവണ്ടെങ്കിൽ സുഗതഞ്ഞാണ് കേട്ടില്ലെന്ന് പറഞ്ഞവരൊക്കെ എവിടെയാണ് ഈ സമയത്ത്? അവർക്കെതിരെയുള്ള ഒരു മറുപടിയാണിത്. ഇത് ജനാധിപത്യ വിജയമാണ്. പക്ഷെ ഒരു ഹൈക്കോർട്ട് ഓർഡർ വേണ്ടി വന്നു എന്ന് മാത്രം. കൊക്ക് ചത്തു എന്നൊക്കെയുള്ള ട്രോളുകൾ വരുന്നുണ്ട്. കൊക്കും ചത്തു, പശും ചത്തു, മോറിലെ പുളിയും പോയി. വളരെ സന്തോഷമുണ്ട്. കാരണം ജനാധിപത്യത്തിൽ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി ആക്രമിച്ചിട്ടും ഇവിടുത്തെ ഹൈക്കോടതി നീതിന്യായ വ്യവസ്ഥ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കി കൊടുത്തതിൽ വലിയ സന്തോഷം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നീതിയിൽ എപ്പോഴും വിശ്വാസമുള്ളത്. കാരണം ഇവിടുത്തെ LDF ആയാലും UDF ആയാലും ഒരേ പോലെ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് അദ്ദേഹത്തോട് ഇടപെട്ടിട്ടുള്ളത്. അതിന് കോടതിയുടെ വിധി വലിയ ആശ്വാസം തന്നെയാണ്. ഇതിനു മുമ്പ് പലതവണ തെരഞ്ഞെടുപ്പിലെല്ലാം പരാജയപ്പെട്ടപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് BJP വീണ്ടും അധികാരത്തിലേറി തിരുവനന്തപുരത്ത്. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ വീണ്ടും പ്രതിപക്ഷത്തെത്തിയപ്പോൾ അല്ലെങ്കിൽ CPM പ്രതിപക്ഷത്തെത്തിയപ്പോൾ ഇത്തരത്തിലുള്ള അട്ടിമറിയിലൂടെ ഭരണത്തിലേറാനാണ് അവർ ശ്രമിക്കുന്നത്. അവർ എന്തായാലും ഇന്ത്യ മുന്നണിയല്ലോ. അപ്പോൾ ഇന്ത്യ മുന്നണിയാകുമ്പോൾ അവർ രണ്ടു കൂട്ടരും ഭരണത്തിൻ്റെ സ്വാധീനം വെച്ചിട്ട് BJPയെ തകർക്കാനുള്ള ശ്രമമാണ്. അതിൽ സുഗതൻ ചേട്ടന് എല്ലാവിധ ഞങ്ങൾ ഫുൾ സപ്പോർട്ട് BJPയുടെ ഭാഗത്ത്. ഇപ്പോൾ ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തകരും ആൾക്കുള്ള സപ്പോർട്ടുണ്ട്.
തീർച്ചയായിട്ടും അത് തന്നെയാണ് വലിയൊരു ആത്മവിശ്വാസം BJPക്ക് ഉണ്ടായിരിക്കുന്നു. കാരണം വലിയ രീതിയിലുള്ള അട്ടിമറി ശ്രമങ്ങളുടെ ഒരു തുടക്കമായിരുന്നു സുഗന്ധന്റെ അറസ്റ്റും അതുപോലെ തന്നെ നിയമ പോരാട്ടവും എല്ലാം തന്നെ. പക്ഷേ ആ നിയമ പോരാട്ടത്തിൽ BJP വിജയം കണ്ടിരിക്കുന്നു. ജനങ്ങൾ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തെ ജനങ്ങൾ വിജയിച്ചിരിക്കുന്നു. 20ാം വാർഡിലെ ജനങ്ങൾ നൽകിയ മാൻഡേറ്റ്, ആ ജനങ്ങൾ നൽകിയിരിക്കുന്ന ആ ശക്തിക്ക് തന്നെയാണ്, ജനങ്ങൾ നൽകിയിരിക്കുന്ന ഭൂരിപക്ഷത്തിന് തന്നെയാണ് മറ്റേതിനേക്കാളും വലിയ പ്രാധാന്യമുള്ളത്. ഭാരതം ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രഥമമായിട്ടുള്ള കാര്യം. അതിന് മറ്റു വിധത്തിലുള്ള നിയമത്തിന്റെ പല പഴുതുകൾ ഉപയോഗിച്ച് കുരുക്കാനുള്ള ശ്രമങ്ങൾ പലതും ഉണ്ടായെങ്കിൽ ഇപ്പോൾ തകർന്നു തരിപ്പിടമായിരിക്കുന്നു. എക്കാലവും സുഗതനെ ഈ തുറങ്കിൽ അടയ്ക്കാനുള്ള ഒരു നീക്കമായിരുന്നു നടത്തിയിരുന്നതെങ്കിൽ അത് ഒരു പരിധിവരെ തകർക്കാനും അല്ലെങ്കിൽ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മേയർ VV രാജേഷ് ഇപ്പോൾ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തു വരും. അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അതിനകത്തേക്ക് പോയ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമ്മൾ പുറത്ത് കാത്തു നിൽക്കുകയാണ്. VV രാജേഷിൻ്റെയും മേയർ VV രാജേഷിൻ്റെയും ഡെപ്യൂട്ടി മേയർ ആശയുടെയും എല്ലാം പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. നേരത്തെ കടന്നു പോയപ്പോൾ കോടതി നടപടികൾ അതിന് മുറയ്ക്ക് നടക്കട്ടെ എന്നാണ് ഡെപ്യൂട്ടി മേയർ ആശ പറഞ്ഞത്. അതോടൊപ്പം തന്നെ മേയർ VV രാജേഷ് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഏതു വിധത്തിലും ഈ ടേം പൂർത്തിയാക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെല്ലാം മേയർ എന്നുള്ള നിലയിൽ അതിനെല്ലാം സംരക്ഷിക്കുമെന്നുള്ള, അതായത് കൗൺസിലർമാരെ എല്ലാം സംരക്ഷിക്കും, ആരെയും അയോഗ്യരാക്കാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള ഉറച്ച ശബ്ദമാണ് VV രാജേഷ് ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. ഏതായാലും ഇപ്പോൾ ആ നിർണായകമായിട്ടുള്ള ചരിത്രത്തിലിടം പിടിക്കാവുന്ന തരത്തിൽ സുഗതൻ്റെ 20ാം വാർഡ് കൗൺസിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ 20ാം വാർഡ് കൗൺസിലറിൻ്റെ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയിരിക്കുന്നു. ജയിലിനകത്ത് നടന്ന തീർത്തും ജനാധിപത്യത്തിന്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിനെ അല്ലെങ്കിൽ അട്ടിമറികളെ എല്ലാം തകർക്കുന്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ജനാധിപത്യത്തിന്റെ മഹാവിജയം ചരിത്ര നിമിഷം തന്നെയാണ് ഇന്നുണ്ടായത്.